ഇന്ത്യൻ സായുധ സേനയെ ആധുനികവൽക്കരിക്കുന്നതിനും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമായി 2.38 ലക്ഷം കോടി രൂപയുടെ വമ്പൻ പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകി. വ്യോമ പ്രതിരോധത്തിൽ നിർണായകമായ റഷ്യൻ S-400 സംവിധാനത്തിലുള്ള ദീർഘദൂര മിസൈൽ, സുഖോയ് 30 വിമാന എഞ്ചിൻ ഘടകങ്ങൾ അടക്കം സായുധ സേനകൾക്കും തീരദേശ സേനയ്ക്കുമുള്ള ആയുധങ്ങളും സ്പെയർ പാർട്സുകളും വാങ്ങാനുള്ള 2.38 ലക്ഷം കോടി രൂപയുടെ പ്രതിരോധ ഇടപാടിനാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷനായ പ്രതിരോധ അക്വിസിഷൻ കൌൺസിൽ അംഗീകാരം നൽകിയത്. വ്യോമസേനയ്ക്കായി നിലവിലുപയോഗിക്കുന്ന AN-32, IL-76 എന്നിവയ്ക്ക് പകരം പുതിയ ഇടത്തരം ട്രാൻസ്പോർട്ട് വിമാനം വാങ്ങാനുള്ള അനുമതിയും നൽകി. നിരീക്ഷണത്തിനും ഇന്റലിജൻസ് പ്രവർത്തനങ്ങൾക്കുമുള്ള റിമോട്ട്ലി പൈലറ്റ് സ്ട്രൈക്ക് എയർക്രാഫ്റ്റ്, എയർ ഡിഫൻസ് ട്രാക്ഡ് സിസ്റ്റം, ടാങ്ക് വെടിമരുന്ന്, ഉയർന്ന ശേഷിയുള്ള റേഡിയോ റിലേ, ധനുഷ് ഗൺ സിസ്റ്റം, റൺവേ ഇൻഡിപെൻഡന്റ് ഏരിയൽ സർവൈലൻസ് സിസ്റ്റം എന്നിവയും DAC അനുമതി നൽകിയവയിലുണ്ട്. തീരദേശ സേനയ്ക്കായി പെട്രോളിംഗ്, തിരച്ചിൽ, രക്ഷാപ്രവർത്തനങ്ങൾ, കപ്പലുകൾക്ക് സഹായം നൽകൽ തുടങ്ങിയ വിവിധ ഉദ്ദേശ സമുദ്ര തീരദേശ പ്രവർത്തനങ്ങൾക്കുള്ള ഹെവി ഡ്യൂട്ടി എയർ കുഷ്യൻ വാഹനങ്ങൾക്കും അനുമതി നൽകി. 2026 സാമ്പത്തിക വർഷത്തിൽ ഇതുവരെ 6.73 ലക്ഷം കോടി രൂപയുടെ 55 നിർദ്ദേശങ്ങൾ DAC അംഗീകരിച്ചു. നിലവിലുള്ള വ്യോമ പ്രതിരോധ കവചം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായാണ് കൂടുതൽ S-400 മിസൈൽ സ്ക്വാഡ്രോണുകൾ ഇന്ത്യ സ്വന്തമാക്കുന്നത്. ശത്രുരാജ്യങ്ങളുടെ വിമാനങ്ങളും മിസൈലുകളും ദൂരത്തു നിന്ന് തന്നെ തകർക്കാൻ ശേഷിയുള്ളതാണ് ഈ സംവിധാനം. വ്യോമസേനയുടെ കരുത്ത് കൂട്ടാൻ പുതിയ മീഡിയം ട്രാൻസ്പോർട്ട് വിമാനങ്ങൾക്കും അനുമതി ലഭിച്ചു. കാലപ്പഴക്കം ചെന്ന വിമാനങ്ങൾക്ക് പകരമായി ഇവ സേനയുടെ ഭാഗമാകും. ആധുനിക യുദ്ധമുറകളിൽ നിർണായകമായ ഡ്രോണുകളുടെ ശേഖരവും വർദ്ധിപ്പിക്കും. അതിർത്തികളിലെ നിരീക്ഷണത്തിനും അടിയന്തര സാഹചര്യങ്ങളിൽ ആക്രമണം നടത്തുന്നതിനും ഇത് സഹായിക്കും. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി ഈ പദ്ധതികളിൽ ഭൂരിഭാഗം ഇന്ത്യൻ കമ്പനികൾ വഴിയോ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന രീതിയിലോ ആയിരിക്കും നടപ്പിലാക്കുക. അതിർത്തികളിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ നീക്കം രാജ്യത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ വലിയ മാറ്റമുണ്ടാക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഇന്ത്യയുടെ സൈനിക കരുത്ത് വർദ്ധിപ്പിക്കുന്നതിൽ ഈ പുതിയ ആയുധ കരാറുകൾ വലിയ സ്വാധീനം ചെലുത്തും. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില വർദ്ധിക്കുന്നതും രൂപയുടെ മൂല്യത്തകർച്ചയും സാമ്പത്തിക വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ടെങ്കിലും തന്ത്രപ്രധാനമായ പ്രതിരോധ മേഖലകളിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് വ്യവസായ മേഖലയെ സഹായിക്കാൻ വാണിജ്യ LPG വിതരണം 70% ഉയർത്താനും ഇന്ധനവില വർധനവിന്റെ ഭാരം സാധാരണക്കാരിലേക്ക് നൽകാതെ സർക്കാർ ഏറ്റെടുക്കാനും തീരുമാനിച്ചത്. ആധുനിക റഡാർ സംവിധാനങ്ങൾ, മിസൈലുകൾ, മറ്റ് അത്യാധുനിക പോർവിമാനങ്ങൾ എന്നിവയുടെ സംഭരണവും നവീകരണവും ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കും. അതിർത്തികളിൽ നിതാന്ത ജാഗ്രത പുലർത്തുന്ന സൈന്യത്തിന് പുതിയ കരുത്ത് പകരുന്നതാണ് ഈ തീരുമാനമെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം ഇന്ത്യയുടെ ആണവ പ്രതിരോധ ശേഷിയിൽ നിർണായകവും നിശബ്ദവുമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായി സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. മിസൈലുകളുടെ തയ്യാറെടുപ്പിലും വിന്യാസത്തിലും വരുത്തിയ പരിഷ്കാരങ്ങൾ ഇന്ത്യയുടെ സൈനിക കരുത്ത് വർദ്ധിപ്പിച്ചതായി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. സമാധാനകാലത്തും മിസൈലുകൾ ആണവ പോർമുനകളുമായി ഘടിപ്പിച്ച് വിക്ഷേപണത്തിന് സജ്ജമാക്കി വെക്കുന്ന കാനിസ്റ്ററൈസ്ഡ് രീതിയിലേക്ക് ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡ് മാറിക്കഴിഞ്ഞു. മുൻപ് പോർമുനകൾ പ്രത്യേകം സൂക്ഷിക്കുന്ന രീതിയായിരുന്നു പിന്തുടർന്നിരുന്നത്. അഗ്നി സീരീസിലെ അത്യാധുനിക മിസൈലുകളായ അഗ്നി P, MIRV ശേഷിയുള്ള അഗ്നി 5 എന്നിവയിലാണ് ഈ സംവിധാനം പ്രധാനമായും ഉപയോഗിക്കുന്നത്. നിലവിൽ പാകിസ്ഥാൻ ഈ സംവിധാനമില്ല. അവർ ആണവ പോർമുനകളെ പ്രത്യേകമായാണ് സൂക്ഷിക്കുന്നത്. ഈ പുതിയ മാറ്റങ്ങൾ ഇന്ത്യക്ക് ലോഞ്ച് ഓൺ വാർണിംഗ് ശേഷി നൽകുന്നു. എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാൻ സജ്ജമാണെന്ന മുന്നറിയിപ്പ് എതിരാളികൾക്ക് നൽകാൻ ഇതിലൂടെ സാധിക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.